Namaskaram. Welcome to yet another beautiful day with me and new episode. Dames on Screen Productions in the ബാനറിൽ പുതുതായി ഇറങ്ങുന്ന കരുതൽ മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഒപ്പമുള്ളത്. എൻ്റെ കൂടെ അതിൻ്റെ ഡയറക്ടർ ജോമി ജോസും കുറച്ച് ആക്ടേഴ്സും കൂടെ ഉണ്ട്. സോ അവരോട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. സോ ഫസ്റ്റ് യു ജോമി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എക്സൈറ്റഡ് ആണോ നെർവസ് ആണോ? രണ്ടും ഉണ്ട്. ഓക്കെ, സോ പുതുതായി ഒരു ഫിലിം നിർമ്മിച്ചു, അത് സ്ക്രീനിലേക്ക് എത്തുകയാണ്. സോ എക്സൈറ്റഡ് ആണ്, നെർവസും ആണ്. ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് ലൈഫിൽ ഈ ഒരു വർഷത്തോളം ഏകദേശം ഫിലിം വർക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടത്തി സ്ക്രീനിലേക്ക് എത്തുമ്പോൾ എന്താണ് കരുതൽ മൂവി, എന്താണെന്ന് പ്രേക്ഷകരോട് എങ്ങനെയാണ് പറയുന്നത്? ഈ കരുതൽ സിനിമ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് ആവശ്യമായുള്ള ഒരു കഥയാണ്. കഥയെന്നല്ല, ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നാണ് നമ്മൾ ഈ സിനിമയെ നോക്കി കാണുന്നത്. അതായത് ഈ സിനിമ കാണുന്ന ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും അവരുടെ ചുറ്റിലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരിലാണെങ്കിലും കണ്ടതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സിനിമയിലൂടെ സാധിക്കും. കാരണം പ്രത്യേകിച്ചും വിദേശത്തുള്ള മക്കൾക്കും നാട്ടിൽ തനിച്ച് താമസിക്കുന്ന മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഈ ഒരു കരുതൽ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു സിനിമ തന്നെയാണെന്നാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. വെറുതെ നമ്മളൊരു ടൈം പാസിന് വേണ്ടി ഒരു എടുത്തു വെച്ചേക്കുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. കാണുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ കരുതൽ എന്ന മൂവിയെ പറ്റി പറയുമ്പോൾ അതിൽ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ പുതുമുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്തു ഈ ഫിലിമിൽ. സോ അതിന്റെ ഒരു ഉദ്ദേശം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാമോ? അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് പുതിയ ആളുകളാണ്. പുതിയ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എപ്പോഴും കാണുന്ന വലിയ ഫെമിലിയർ സ്റ്റാർസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെല്ലാം നല്ല പോലെ തന്നെ ആക്ടിങ് ഒക്കെ ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ അവരെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ അവസരങ്ങൾ കിട്ടാതെ പുറത്തു നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ അവർക്ക് ഒരു അവസരങ്ങൾ കൊടുത്താലുള്ള അവർക്കും വളർന്നു വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പുതിയ ആളുകളെ കണ്ടെത്തി ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ, ഡാൻസ് ചെയ്യുന്നവർ, പാട്ട് പാടുന്നവർ, ആക്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ കുറച്ചുപേരെ ചൂസ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് ഓഡീഷൻ പോലെയൊക്കെ നടത്തി ആണ് നമ്മൾ ഈ സിനിമയിൽ ആക്ടിങ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമ്മുടെ ഈ സിനിമ അഭിനയിച്ചിരിക്കുന്ന പുതിയ ആളുകളാണെങ്കിലും അവര് ഒരു ഒട്ടുമുക്കാൽ ആളുകളും, ഒരു 90% ആളുകളും ഒരു ഷോർട്ട് ഫിലിമുകളിലെങ്കിലും അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഷൂട്ടിംഗ് സമയത്ത് വന്നിട്ടില്ല. ഒത്തിരി അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് നമുക്ക് എന്താണ് തരേണ്ടതെന്നോ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഏതൊരു മൂവിയുടെയും സക്സസ് എന്ന് പറയുന്നത് അതിന്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അതൊരു ടീം ഒരു വർക്കായിരിക്കും. സോ ഈ മൂവിയുടെ പിന്നിൽ ഉള്ള അണിയറ പ്രവർത്തകരെയും അല്ലെങ്കിൽ കാസ്റ്റും ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും ഏതൊരു മൂവിക്കും പ്രധാന ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ്. നമ്മൾ ഇതിനകത്തെ ഒരു പ്രധാന നായകനായിട്ട് വന്നിരിക്കുന്നത് പ്രശാന്ത് മുരളിയാണ്. നമ്മുടെ റീസെന്റ് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അതിനകത്ത് നായകൻ. ഒത്തിരി അധികം സിനിമകൾ അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നായികയായിട്ട് വന്നിരിക്കുന്നത് ഐശ്വര്യ നന്ദനാണ്. ഡൽഹി ബേസ്ഡ് മലയാളിയാണ്, അവിടെ ബോൺ ബ്രോട്ടപ്പ്. ഐശ്വര്യയുടെ 3ാമത്തെ സിനിമയാണിത്. പിന്നെ ഫെമിലിയർ ആയിട്ടുള്ളത് കോട്ടയം രമേശ് സാറ്, സുനിൽ സുഗത സാറ്, പിന്നെ DYSP സിബി തോമസ് സാറ്, പിന്നെ നമ്മുടെ റീസെന്റ് ഹിറ്റായ രേഖാചിത്രം സിനിമയിലെ മമ്മൂക്കയുടെ ഡ്യൂപ്പായിട്ട് ചെയ്ത ടിങ്കിൾ സൂര്യ. അപ്പം അങ്ങനെ ഒരു കുറച്ച് ഫെമിലിയർ ആർട്ടിസ്റ്റുകളും ബാക്കിയെല്ലാം പുതിയ ആളുകളുമാണ് ആക്ടിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ക്രൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറിയും ഡയറക്ഷനും ഞാൻ തന്നെ. പിന്നെ സ്ക്രീൻ പ്ലേയും ക്യാമറയും ചെയ്തിരിക്കുന്നത് സാബു ജെയിംസ് സാറാണ്. സാബു ജെയിംസ് സാർ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലെ ഫെമിലിയർ സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാം കൂടെയാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ അവിടെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 23 വർഷത്തോളം തെലുങ്ക് സിനിമയിലെ സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തു. 2 ടൈംസ് നാഷണൽ അവാർഡ് സിനിമാറ്റോഗ്രാഫർ ഫൈനലിസ്റ്റ് ആണ് സാറാണ്. സ്ക്രീൻ പ്ലേയും പിന്നെ ക്യാമറയും. പിന്നെ എഡിറ്റർ ആയിട്ട് വന്നിരിക്കുന്ന സന്ദീപ് നന്ദകുമാറാണ്. നമ്മുടെ മോഹൻലാലിന്റെ, ലാലേട്ടന്റെ സ്പിരിറ്റ് സിനിമ ഉൾപ്പെടെ ഒട്ടനവധി സിനിമകൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന സന്ദീപാണ്. പിന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പുതിയ ഒരു ആളാണ്, മീൻസ് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത് റോഷൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെയുള്ളത്
ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത് ജോൺസൺ സാറാണ്. ജോൺസൺ സാർ ഒത്തിരി പാട്ടുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 4 പാട്ടാണുള്ളത്. അതിൽ 2 പാട്ട് എഴുതിയിരിക്കുന്നത് ഷൈജു കേളന്ദ്ര എന്ന് പറഞ്ഞ സാറാണ്. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്, വൈൽഡ് ഫോട്ടോഗ്രാഫറാണ്. ഇങ്ങനെ ന്യൂസ് പേപ്പറിലൊക്കെ വളരെ ഫേമസ് ആണ്. പിന്നെ ഒരു പാട്ട് എഴുതിക്കുന്നതിൻ്റെ പപ്പ തന്നെയാണ്. പിന്നെ ഒരു പാട്ട്, ഒരു റാപ്പ് സോങ് ഉണ്ട്, അത് സ്മിസ് എന്ന് പറഞ്ഞ ഒരു പുതിയ റാപ്പറാണ് ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രംകാരനാണ്, അദ്ദേഹം തന്നെയാണ് പാട്ട് പാടിയിരിക്കുന്നതും. പിന്നെ നമ്മുടെ സിനിമയിലെ ബാക്കി പാട്ട് പാടിയിരിക്കുന്നത് പറഞ്ഞാൽ ഒന്ന് പ്രസിദ്ധ ചാലക്കുടിയാണ്. നാടൻ ടൈപ്പ് ഒരു പാട്ടുണ്ട്. പിന്നെ പ്രദീപ് പള്ളുരുത്തി, പിന്നെ നമ്മുടെ ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടി ഒരു ഹിറ്റ് മേക്കറായിട്ട് വന്നിരിക്കുന്ന കെസ്റ്റ സാറാണ് സിനിമയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും പാട്ടുകാരുമാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടീം. പിന്നെ ഡബിങ് ഒക്കെ ചെയ്തിരിക്കുന്ന ലാൽ മീഡിയയിൽ മിക്സിങ്ങും കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണ്. ടെക്നിക്കൽ സൈഡ് നമ്മൾ ഇതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഫിനാൻഷ്യൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ അതൊക്കെ എങ്ങനെയാണ്? അതിന്റെ ഡ്രീംസ് ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻസിന്റെ പാനൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സുഹൃത്ത് സഞ്ജു സൈമൻ മാക്കിൽ, അദ്ദേഹമാണ് ഇതിന്റെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ജോമോൻ ജോ സ്റ്റീഫൻ ഉണ്ട്, പിന്നെ മാത്യു മാപ്പിളേറ്റ്, പിന്നെ സ്റ്റീഫൻ മലയാമുണ്ടക്കൽ, പിന്നെ ടോമി UK, പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു കുറച്ച് ആളുകളാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്, കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വേറെ കുറച്ച് സുഹൃത്തുക്കളുമുണ്ട്. അങ്ങനെ അവരുടെ സപ്പോർട്ട് കൂടിയാണ് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ് നമ്മൾ മാനേജ് ചെയ്തിരിക്കുന്നത്. കരുതൽ മൂവിയിലെ പുതിയൊരു ആക്ട്രസിനെ നമുക്ക് പരിചയപ്പെടാം. സോ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ പ്രേക്ഷകർക്ക്? എൻ്റെ പേര് ജിസ്ന. ഞാനിവിടെ അയർലൻഡ് ഡബ്ലിൻ തന്നെയാണ്, നാട്ടിൽ കോതമംഗലത്താണ്. ഇത് എൻ്റെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും നമ്മൾ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഇതുപോലെ മൂവി ചെയ്യണമെന്ന്. പക്ഷെ അന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, അതിന് ട്രൈ ചെയ്യാൻ ഒരു ഓപ്ഷനും വന്നിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ലാത്തൊരു സമയത്താണ് ആക്ച്വലി ജോമി ഇവിടെ അയർലൻഡിൽ എത്താനും. അതൊക്കെ ഒരു ദൈവനിമിത്തമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മള് ഈ പറഞ്ഞ പോലെ ഓക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ള ഒരു സാധനമായിട്ട്, പക്ഷെ അത് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാനത് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്ന ജോമിക്ക് തന്നെ താങ്ക്സ് പറയുന്നു. കാരണം ജോമി ഇതിൽ ഒത്തിരി ഈ പറഞ്ഞ പോലെ പുതിയ ആർട്ടിസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഓഡീഷനാണ് അതിലും സത്യം പറഞ്ഞ ഒരു സ്ട്രെസ് ഫ്രീ ഓഡീഷൻ ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതുപോലെ ഓഡീഷൻ ഉണ്ടാവുന്നത്, പക്ഷെ അതിനൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആക്ച്വലി ഞങ്ങളൊരു ഹോൾ കമ്മ്യൂണിയൻ പാർട്ടിയിൽ വെച്ചാണ് നാച്ചുറലി ഒരു ഓഡീഷൻ കഴിഞ്ഞു. പിന്നെ പറഞ്ഞാല് സംസാരിക്കാൻ വലിയ മടിയില്ലാത്ത ടീമാണ് ഞാൻ. എല്ലാവരുടെ അടുത്തിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അപ്പം ജോമി എനിക്ക് തോന്നുന്നു ആ ഒരു നാച്ചുറലി നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഇടപെടുന്നത്, പ്രത്യേകിച്ച് എന്റെ കഥാപാത്രം ഇതിൽ നമ്മളെപ്പോഴും ഒരു ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു കഥാപാത്രം. അപ്പൊ നമുക്ക് ഒത്തിരി അങ്ങനെ ഒരു ഇമോഷണലിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു നോർമൽ ഓഡീഷനാണ് കടന്നു പോയത്. അത് തന്നെ വലിയൊരു സ്ട്രെസ് ഫ്രീ ആയിരുന്നു. ഓഡീഷൻ ഓക്കെ ആയിരുന്നു പറഞ്ഞപ്പോ ഞാൻ സർപ്രൈസ് ആയി പോയി, ഇത് എപ്പം ചെയ്തു എന്ന്. അപ്പൊ ഇങ്ങനെ വിചാരിച്ചു കാണും അല്ലേ, ഓക്കെ. അപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഡീഷൻ പോലെ അല്ലല്ലോ, നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ആക്ച്വലി അഭിനയിക്കുമ്പോ എത്ര ടേക്ക് ഒക്കെ പോയി കാണും? ഒത്തിരി ടേക്ക് പോയിട്ടില്ല, എന്നാലും ഒരു ചില സിനിമ പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഈ ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് നിന്ന് അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലായ ഫീലിംഗ് ഒക്കെ? സ്ട്രെസ് ഉണ്ടായിരുന്നു, ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു സത്യം പറഞ്ഞാല്. ഒരു എക്സൈറ്റ്മെന്റും സ്ട്രെസ്സും എല്ലാം കൂടി മിക്സ്ഡ് ആയിരുന്നു. പക്ഷെ ജോമി സോ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം നമുക്ക് ആ ഒരു എന്താ പറയാ സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്ക് അത്രയും ഇല്ല, നമുക്ക് ഓക്കെ ആയിരുന്നു. സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഓക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര ഒരു ഫാമിലിയൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയും ഒരു പേടി ഉള്ളിലുണ്ടെങ്കിലും കരുതൽ മൂവിയിലെ ഒരു ആക്ട്രസിനെ നമ്മളിപ്പോ പരിചയപ്പെട്ടു. ഇനി ഒരു ആക്ടർ കൂടി ഇവിടെ ഉണ്ട്. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ പേര് വിനോദ് മാത്യു. ഞാൻ നാട്ടില് തൊടുപുഴയാണ് എൻ്റെ സ്വദേശം. ഞാനിവിടെ അയർലൻഡില് 2011 മുതൽ താമസിക്കുന്നു. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാനും, അല്ലെങ്കിൽ അതോടൊപ്പം അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു റോള് ചെയ്യാനും ഒക്കെ ആയിട്ട്. സിനിമ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിലും അതിനു മുൻപായിട്ട് എനിക്ക് 1-2 നാടകങ്ങളിലൊക്കെ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അതിനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത റെസ്പോൺസാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ
ആക്ടിങ്ങിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടെങ്കിലും ഏത് രീതിയിൽ നമുക്കത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ. ആ ഒരു അവസരത്തിലാണ് ജോമി ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതും അതിൽ ചെറിയൊരു വേഷം നമുക്ക് തരുന്നതും. ഓക്കെ. സോ നമ്മൾ എപ്പം പറയത്തില്ലേ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഫാമിലിയുടെ കൂടെ പോയി സിനിമ കാണുന്നു. ഇപ്പൊ നമ്മൾ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ പോയിരുന്നു കാണുന്നു. നേരത്തെ നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ പോയിരുന്ന സിനിമ കാണുന്നു. എപ്പോഴെങ്കിലും പണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഒരു സ്ക്രീനിൽ വരും, അല്ലെ എന്നെ ഒരു ക്യാരക്ടറായിട്ട് ആ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന്? ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ എപ്പോഴെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരെ പോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരെയും പോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരാഗ്രഹങ്ങളാണല്ലോ, സിനിമാമോഹിയാണ് തീർച്ചയായിട്ടും. എന്താ പറയാ, കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ക്ലാസ് കട്ട് ചെയ്ത് കുറെ സിനിമകൾ കാണുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എപ്പോഴും ഞാൻ മോഹൻലാലിന്റെ ഒരു വലിയൊരു ഫാനാണ്. ഇപ്പം അദ്ദേഹം വലിയൊരു ജീനിയസ് ആയിട്ടുള്ള ആക്ടറാണ്. പക്ഷേ ഞാൻ ചെയ്തിരുന്ന ചില നാടകങ്ങളിലെ റോളുകളിലൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ട്രൈറ്റ്സ് ഉണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പർപ്പസ്ലി അങ്ങനെ ചെയ്യുന്നതല്ല, അദ്ദേഹത്തോടുള്ള ആ ഒരു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടാണ് നമ്മൾ ആ ഒരു സിനിമയിലേക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ നമുക്ക് കൂടിയിട്ടുള്ളത്. അതിന്റെ ചില ട്രൈറ്റ്സ് വരാറുണ്ടെന്ന് പറയാറുണ്ട്. കരുതൽ മൂവി സൂൺ ടു ബി റിലീസിംഗ് ഇൻ തിയേറ്റേഴ്സ്. സോ ഈ മൂവിയുടെ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്, ഇത് ഡിഫറെന്റ് ലൊക്കേഷൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ലൊക്കേഷൻസിനെ പറ്റി പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഡിഫറെന്റ് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങളിലായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ. പിന്നെ ഉള്ള ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലാണ്. അവിടെ ഒരു 2 days ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അയർലൻഡിലെ കോർക്ക്, ഡബ്ലിൻ കൗണ്ടികളിലായിട്ട് അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ 3 രാജ്യങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തൊരു പൂർത്തീകരിച്ച സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ നോർമലി നമ്മുടെ നാട്ടിലെക്കാട്ടിലും ഒക്കെ ഇവിടെ ഇവിടെയും അമേരിക്കയിലൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ GDPR ഇഷ്യൂസ് ഉണ്ട്, പിന്നെ കുറെ ചലഞ്ചസ് ഉണ്ട്, ക്ലൈമറ്റിന്റെ വലിയൊരു ഫാക്ടേഴ്സ് ഉണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് വന്നത് ഈ ആക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ആണ്. നമ്മൾ നാട്ടിൽ നിന്നുള്ള ആക്ടേഴ്സിനെ ഇവിടെ എത്തിക്കാൻ വളരെ എക്സ്പെൻസീവ് ആണ്. നമുക്ക് പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇവിടെ തന്നെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതിലേക്ക് വന്നു. അങ്ങനെ വന്നു. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെല്ലാം വർക്കിംഗ് ആണ്. അപ്പം അവരെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുക എന്നുള്ളതാണ് വലിയ പ്രശ്നം. ആക്ടേഴ്സ്, പിന്നെ ക്യാമറ ചെയ്യുന്ന ആള്, അങ്ങനെ എല്ലാവരുടെയും കൂടെ അവൈലബിലിറ്റി. അങ്ങനെ നമ്മളൊരു 3 മാസത്തോളം നമ്മൾ എടുത്തു അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇവിടുത്തെ ഒരു 5-6 പേര് അടങ്ങുന്ന ആക്ടേഴ്സും ക്യാമറ ടീം അങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷെ അത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ 3 മാസം കൊണ്ടാണെങ്കിലും പൂർത്തീകരിക്കാൻ പറ്റി വളരെ ഈസി ആയിട്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻസ് ഇവിടുത്തെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടൊക്കെ ആയിരുന്നു. പക്ഷെ അതും ഇവിടുത്തെ കുറച്ച് ആളുകൾ സപ്പോർട്ട്, നമ്മുടെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഇപ്പൊ ഈ അയർലൻഡിൽ ഷൂട്ട് ചെയ്തപ്പോൾ അഭിനയിച്ച 2 പേരാണ്, വിനോദേട്ടയും ജിസ്ന ചേച്ചിയും. പിന്നെ വേറെ 2 പേരോട് ഉണ്ട്. ഒന്ന് അനിൽ ചേട്ടായാണ്, അനിൽ ചേരിയില്, പിന്നെ ഒന്ന് മാത്തുക്കുട്ടി. അപ്പൊ അവർ 2 പേർക്കും ഇന്ന് വരാൻ പറ്റിയില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്റർവ്യൂവിന് അവരുടെ ജോലി പ്രശ്നങ്ങളൊക്കെ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പം എല്ലാ അനിലേട്ടയൊക്കെ ആണെങ്കിലും നമുക്ക് ലൊക്കേഷൻസിനൊക്കെ വളരെ, ചേട്ടായുടെ വീട്ടിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ മാത്തുക്കുട്ടിയും അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് അയർലൻഡില് രാജാണ്, ലെൻസ് സ്റ്റോറി എന്ന് പറഞ്ഞ രാജ്, പുള്ളിയുടെ ക്യാമറ വർക്കാണ് ഇവിടുത്തെ. അപ്പൊ USA ആരാണ് ചെയ്തിട്ടുള്ളത്? USA എന്ന് പറയുമ്പോൾ അവിടെ ഷീജോ കുര്യൻ പഴയമ്പള്ളി നമ്മുടെ ഒരു കോ പ്രൊഡ്യൂസറാണ്. പുള്ളിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അവിടെ ക്യാമറയും കാര്യങ്ങളെല്ലാം ചെയ്തത്. ഹൂസ്റ്റണില് അവരുടെ ഒരു ടീം, അവിടെ കുറച്ച് ആക്ടേഴ്സ് ഒക്കെ കൂടി അവരും ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കുവാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യമായിട്ടാണല്ലേ വിനോദ് ഈ ഒരു സിനിമ ചെയ്യുന്നത്? സോ ഈ സിനിമയിലെ ക്യാരക്ടർ എന്താണ് ചെയ്തത്? അതുപോലെ തന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ഒരു സിനിമയിലെ ക്യാരക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും റോളോ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഈ സിനിമയിൽ ഞാൻ ജെറി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതൊരു പക്ക കോട്ടയം അച്ചായന്റെ ടൈപ്പ് ഒരു റോളാണ്. അത് വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഒരുപക്ഷെ എൻജോയ് ചെയ്ത് തന്നെ ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ
പല ക്യാരക്ടേഴ്സും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് അതിൻ്റെ സ്റ്റോറിയാണ് എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. കാരണം ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെപ്പോലെ തന്നെ അനേകം പ്രവാസികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെ ലൈനപ്പായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കാരണവന്മാരെല്ലാവരും നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യങ്ങളാണുള്ളത്. അവർക്കൊക്കെ ഫേസ് ചെയ്യാവുന്നതും അല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനപ്പാണ് ഇതിനുള്ളത്. അപ്പം ആ സ്റ്റോറി എന്നെ വല്ലാത്ത രീതിയിൽ തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്റ്റോറി എല്ലാവരും കാണേണ്ടതാണ്. നമുക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു ജിസ്ന. ഈ ആദ്യമായിട്ട് ഒരു റോള് കയ്യിൽ കിട്ടി. സോ എന്ത് റോളാണ് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്താണ് ക്യാരക്ടറിന്റെ പേര്? എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ഡെലിവറി ചെയ്തത്? ഇതിലെന്റെ ക്യാരക്ടറിന്റെ പേര് സാലി എന്നാണ്. ഒരു ഇച്ചിരി ഓവർ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. ക്രൂരയായ കഥാപാത്രമാണോ? ക്രൂര എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മിക്സ്ഡ്. കുറച്ച് ആറ്റിറ്റ്യൂഡും ഉണ്ട്, ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരി ഇത്രയും കൂടി സെൽഫിഷ് ആയിട്ടുള്ള ടൈപ്പ് ആറ്റിറ്റ്യൂഡ്. അതാണ് കഥാപാത്രം. നമ്മുടെ ഇടയിൽ പലപ്പോഴും പലരിലും നമ്മൾ കാണുന്നതും മേ ബി എന്നിലും കാണണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രം, അതായത് നമ്മൾ ഡെലിവറി ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും നമ്മൾ ഈ ഡയലോഗ് പറയുന്ന ഒന്നും എളുപ്പമല്ല, പ്രത്യേകിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ അത് നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ. സോ എങ്ങനെയാണ് ആ ഒരു ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്തെടുക്കാൻ പറ്റിയത്? നമുക്ക് ആ സ്ക്രിപ്റ്റ് സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ഒരു പ്രവാസി ജീവിതം നയിക്കുന്ന ഒരാളായതുകൊണ്ട് കുറെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ആക്ടിങ്ങിലും ഉപരി നമ്മളൊരു ലൈഫ് ജീവിക്കുന്ന ഒരു ഫ്ലോയിൽ തന്നെയാണ് ആ ഒരു ഷൂട്ടിങ് മുഴുവൻ കംപ്ലീറ്റ് ആവാൻ പറ്റിയത്. പിന്നെ ചില ഏരിയയിൽ നമുക്ക് സപ്പോർട്ട് വേണ്ട സമയത്ത് ജോമി എടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യണം ചോദിക്കുമ്പോൾ ജോമി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എങ്ങനെയായിരിക്കും അതൊരു ക്യാമറയിൽ നമ്മളെ കിട്ടുന്നത് എന്നുള്ള ഒരു രീതിയിൽ ജോമി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കൂടുതൽ എല്ലാ ക്രൂവും സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, ഈ കർക്കശക്കാരനായ ഒരു ഡയറക്ടർ ആയിരുന്നു ജോമി. എങ്ങനെയായിരുന്നു ഫീൽഡിൽ ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തത്? ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂവിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഡയറക്ടറെ പേടി എന്നൊക്കെ. അപ്പൊ എന്റെ മനസ്സിലും അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ജോമി റിയലി പറഞ്ഞാല് എനിക്ക് വേണ്ടി എന്റെ ഒരു ബ്രദർ എന്ന് പറയാം. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു മൂവി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആക്ടർ എന്നുള്ള രീതിയിൽ 100% സപ്പോർട്ട് എനിക്ക് ജോമിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോമിയുടെ പല ഷോർട്ട് ഫിലിമുകളും ഞാൻ ആക്ച്വലി ഈ ഒരു സ്റ്റോറി കേട്ടെ പിന്നെ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു റിയൽ സ്ട്രാറ്റജിക് വിഷൻ, നമ്മുടെ ഒരു ഫ്യൂച്ചർ വിഷൻ ഒക്കെ ഉള്ള ഒരു ഡയറക്ടറാണ്. കൂടുതലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, ഇപ്പൊ പണ്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ തന്നെ കോവിഡിന്റെ ടൈമിൽ ഒരു റിയൽ ട്രൂ മെസ്സേജ് ആണ് നമ്മൾ എല്ലാ വ്യൂവേഴ്സിനും കൊടുക്കുന്നത്. ആ ഒരു പുള്ളിയുടെ ആ ഒരു തോട്ട്സും കാര്യങ്ങളും എല്ലാം എനിക്ക് തോന്നുന്നു ഒത്തിരി നമ്മുടെ ജനറലി നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം അനുസരിച്ച് എല്ലാവർക്കും ലൈഫില് യൂസ്ഫുൾ ആയിരിക്കും പുള്ളിയുടെ മൂവീസും അതിന്റെ ആ ഒരു ഫൈനൽ എൻഡിങ്ങും. പിന്നെ ഈവൻ ഈ മൂവിയിലായാലും ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ്. അവസാനം കുറെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് വ്യൂവേഴ്സിന് കിട്ടുന്നത്. കാരണം ഒത്തിരി പേരുടെ മനസ്സിൽ ഒരു പേടിയുണ്ട്. ഇപ്പൊ നമ്മള് വേറൊരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യുന്നു, നമ്മുടെ പേരൻസ് അവിടെ ലോൺലി ആണ് എന്നും നമുക്കൊരു ടെൻഷൻ ഉണ്ട് അവരെ പറ്റി ആലോചിക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവിയിലൂടെ കൂടി ഒത്തിരി പേർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതം മുമ്പിലോട്ട് സൊല്യൂഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഫസ്റ്റ് ഫിലിമായ കരുതൽ സ്ക്രീനിലേക്ക് എത്തുകയാണ്. സോ ഒരുപാട് പേരോട് ലൈഫിലും അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയും നന്ദി പറയാൻ കാണും. സോ എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് പേരുകൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും? അത് ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ താങ്ക്ഫുൾ ആവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ ദൈവത്തോടും പിന്നെ എൻ്റെ പേരൻസ്, ഫാമിലി എല്ലാവരോടുമാണ്. പിന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ സിനിമാറ്റോഗ്രാഫറും സ്ക്രീൻ പ്ലേ റൈറ്ററുമായിട്ടുള്ള സ്ക്രിപ്റ്റിന്റെ റൈറ്ററായിട്ടുള്ള സാബു ജെയിംസ് സാറിന്റെ ഒരു സപ്പോർട്ട് വളരെ, ഞങ്ങളുടെ ഒരു മെന്ററും എല്ലാം കൂടെ സാറാണ് നമുക്ക് ഒരു മോട്ടിവേറ്റ് ചെയ്ത് മൂവി ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഇത് നമുക്ക് സപ്പോർട്ടായിട്ട് വന്നത്. പിന്നെ അതിന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് സ്റ്റീഫൻ ചെട്ടിക്കൻ ചേട്ടൻ, എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിംസിലും തുടക്കം മുതൽ എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിമും ചേട്ടായുണ്ട്. പിന്നെ റോബിൻ ചേട്ടായി, പിന്നെ ബൈലോൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് അധികം ആളുകളുണ്ട്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട് വന്ന വൈശാഖ്, സുനീഷ്, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്.
പിന്നെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജോമാൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, പേര് പറയാൻ ഒത്തിരി പേരുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് അത് തന്നത് നമ്മുടെ ഡ്രീംസ് ഓൺ സ്ക്രീനിന്റെ ബാനറിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത കുറച്ചധികം ആളുകളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ ഒരു ഏറ്റവും നല്ലൊരു സുഹൃത്തുക്കളായുള്ള സഞ്ജു സൈമൺ മാക്കിലാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വന്നത്. അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. പിന്നെ ഉള്ളത് കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വന്നത് ജോസ് സ്റ്റീഫൻ, പിന്നെ സ്റ്റീഫൻ മലയാമുണ്ടയ്ക്കല്, ഷാലിൻ ഷീജോ കുര്യൻ പഴയമ്പള്ളില്, മാത്യു മാപ്പിളേട്ട്, ടോമി UK, അങ്ങനെ ടോമി ചേട്ടൻ, അങ്ങനെ കുറച്ചധികം ആളുകളുണ്ട് നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത് കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ ഈ ഒരു ഡ്രീംസ് ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിൽ അതിനുവേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇവരെല്ലാം. അപ്പം തീർച്ചയായിട്ടും ഇവരുടെ എല്ലാം നമ്മൾ താങ്ക്ഫുൾ ആണ്. പിന്നെ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്ന നിങ്ങളോട് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കും. കാരണം ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് താങ്ക് യു പറയേണ്ടത്. കാരണം ലൈഫിൽ ഒരുപാട് പണ്ട് മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഒരു ഇന്റർവ്യൂ ഒരു ഫിലിമിന് വേണ്ടി എടുക്കുക അല്ലെങ്കിൽ പ്രൊമോഷൻ എടുക്കുക എന്നുള്ളത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാനാണ് താങ്ക് യു പറയേണ്ടത്. കാരണം ഇങ്ങനൊരു അവസരം തന്നതിന് താങ്ക് യു ടു ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻ, താങ്ക് യു ടു യു, താങ്ക് യു എന്നെ കേട്ടിരുന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും നേരം സഹിച്ച് നിങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. സോ നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ പ്രേക്ഷകരോട് ഈ ഒരു ഫിലിം സ്ക്രീനിലേക്ക് എത്തുമ്പോൾ പറയാനുള്ളത് എന്തായിരിക്കും ആസ് എ മെസ്സേജ് ഫ്രം ഡയറക്ടേഴ്സ് ഡെസ്ക്? ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിംസും കണ്ടുള്ളവർക്ക് മനസ്സിലാവും, അതിനകത്ത് എല്ലാം ഒരു മെസ്സേജ് ഉണ്ട്, സൊസൈറ്റിക്ക് വേണ്ട ഒരു മെസ്സേജ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമയും ഒരു മെസ്സേജ് ഫൈനലി തരുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ കരുതൽ എന്ന സിനിമയിലൂടെ കൊടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്. ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ കേട്ടതോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഒരു കൊച്ചു സിനിമ കരുതൽ എന്ന് പറയുന്നത്. പിന്നെ 4 പാട്ടുകളുണ്ട്, അത്യാവശ്യം നല്ല പാട്ടുകാർ തന്നെയാണ് പാടിയിരിക്കുന്നത്. സ്മിസ് റാപ്പ് സോങ് ചെയ്തിട്ടുണ്ട്, പ്രസീത ചാലക്കുടി, കെസ്റ്റർ സാറ്, കൂടാതെ പ്രദീപ് പള്ളുരുത്തി, ബിന്ദുജ, സോറി ഞാൻ എടുത്തു പറഞ്ഞ ഒരാളാണ് ബിന്ദുജ. നമ്മുടെ ഇതിനകത്ത് ഒരു പാട്ട് പാടി ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ബിന്ദുജ എന്ന് പറയുന്നത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡറാണ്. 35ഓളം ഗായകരുടെ ശബ്ദം അനുകരിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരാളാണ്. മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ടീം, ഗായകരുടെ ടീം തന്നെ നമ്മുടെ ഈ സിനിമയിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ബിന്ദുജ ബിന്ദുജ അല്ലേ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഭയങ്കര ഒരു അതെ ഞങ്ങളുടെ ഉഴൂര് കോളേജിലെ ഗസ്റ്റ് ആയിട്ട് കാരണം നമ്മുടെ ഉഴൂര് കോളേജിൽ നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഗസ്റ്റ് ആയിട്ട് ബിന്ദുജിനെ വിളിച്ചു. ബിന്ദുജ നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ പിള്ളേരൊക്കെ ഒരു നല്ലൊരു രീതിയിൽ തകർത്ത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്യിപ്പിച്ച് പോകുന്ന ഒരാളാണ് ബിന്ദുജ എന്ന് പറയുന്നത്. അപ്പം ശരിക്കും വളർന്നു വരുന്ന ഒരു താരമാണ്. ഒത്തിരി സ്റ്റേജ് ഷോകളിലൂടെ ഒക്കെ വളർന്നു വരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു ടീം നമ്മുടെ ഈ സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും അവർ മുമ്പോട്ടുള്ള നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താമസിക്കാതെ തന്നെ കരുതൽ തിയേറ്ററുകളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഡ്രീംസ് ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടത് നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതൽ ഞങ്ങൾക്ക് വേണം. കാരണം എന്നാലുള്ള ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള പ്രൊജക്ട്സിൽ അത് തിരുത്താൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പോസിറ്റീവ് കമൻസും വേണം, അതോടൊപ്പം തന്നെ നെഗറ്റീവ് കമൻസും കൂടെ ഞങ്ങൾ മെൻഷൻ ചെയ്ത് പറയണം. അപ്പോൾ ഞങ്ങളുടെ വരുന്ന വേറെ 2-3 പ്രൊജക്ട്സ് ഉണ്ട്. ഒരു ഇൻ്റർനാഷണൽ വീഡിയോ ആൽബം സോങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡാൻസേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോജക്റ്റ്. പിന്നെ നമ്മളൊരു പ്രോജക്റ്റ് നമ്പർ 2 എന്നുള്ളൊരു മൂവി ഞങ്ങൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ മുമ്പോട്ട് നമ്മുടെ പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും. എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരും വന്ന് കണ്ട് കരുതൽ സിനിമ വിജയിപ്പിക്കണമെന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാം. തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക. അതെ, ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻസിന്റെ ഫസ്റ്റ് ഫിലിമായ കരുതൽ ഈസ് ഗോയിങ് ടു റിലീസ് സൂൺ ഇൻ തിയേറ്റേഴ്സ്. സോ നിങ്ങളൊക്കെ ജോമി പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊക്കെ പോയി കാണണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഏറ്റവും നല്ല നെഗറ്റീവ് കമൻസ്, അതായത് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇൻസ്റ്റാഗ്രാം പേജായ ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻസ് എന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ അറിയിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ റിസോഴ്സ്ഫുൾ ആയിരിക്കും.
അതുപോലെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോസ്, നിങ്ങൾക്ക് അഭിനയിക്കാനോ പാട്ട് പാടാനോ ഡബിങ്ങോ എന്ത് തന്നെ ആയാലും ആ പേജിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം തീർച്ചയായിട്ടും നമ്മൾ പുതിയ ആളുകളിലായിരിക്കും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതും കഴിവുള്ളവർ വളർന്നു വരണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും മാറ്റി നിർത്തത്തില്ല. ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് നമ്മൾ അവസരങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ പ്രൊജക്ട്സിൽ കൊടുക്കുന്നതായിരിക്കും. Okay, so this is me, Maria. I am going to sign off from this interview. So നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. So until we see next time, bye bye.